Hey guys, good morning. Good morning guys. നമ്മളപ്പോൾ ഇന്നലെ കനത്ത ഓഫ് റോഡിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫോണും ഡെഡായി, ഞങ്ങളും ഡെഡായി. ആകെ സീനായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു പണിയൊക്കെ കിട്ടി. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാണ്. പ്രോപ്പർട്ടീൻ്റെ വീഡിയോ അതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഈ പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കവഞ്ചിയിലാണ്. മന്നന്നൂർ കഴിഞ്ഞിട്ടുള്ളൊരു വില്ലേജാണ്. നല്ല പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ ഒരു 3-4 കോട്ടേജസ് വരുന്നുണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് ഹട്ട് പോലെ ആയിട്ട് വരുന്നത്, വുഡൻ ഹട്ട് പോലെ വരുന്നത്. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിനൊക്കെ വരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഞങ്ങളുടെ ഫാമിലീസിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കപ്പിൾസിനൊക്കെ വരാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ തൊട്ടടുത്ത വില്ലേജ് പൂണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു. ക്യാമ്പ് ഫയറൊക്കെ ഇട്ടു. കണ്ടോ ഈ ഒരു വ്യൂ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ഇന്നിപ്പോൾ കുറച്ച് ക്ലൗഡിയാണ്, അല്ലെങ്കിൽ നല്ല നീലാകാശവും ഫുള്ള് നല്ല കൃഷിയിടങ്ങളും. ഭയങ്കര രസം അത് കാണാനായിട്ട്. കണ്ടോ, ഇവർക്ക് കിച്ചണുണ്ട്, കിച്ചൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റായി. ഫുള്ള് ചെടിയാണ്. സച്ചിനെ കൊല്ലു. വണ്ടി സെറ്റായി. എന്നോടെ എങ്ങനെ ട്രിപ്പ്? മൂടാണോ? ബിബി ഹാപ്പിയാണോ? സംഖ്യ ഹാപ്പിയാണോ? അമ്പാന ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോട്ടോ. ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് എത്ര 45 അല്ല, അത് മനോഹരൂർ വരെയാ. അപ്പം അതിലും കൂടുതല. 32. ഓക്കെ, അപ്പോൾ നമുക്കിനി കൊടൈക്കനാൽ എത്ര തന്നെ ഓൾമോസ്റ്റ് 40-45 കിലോമീറ്റർ ഉണ്ട്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വഴി പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? പോലെ റെഡി ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഹെൽമെറ്റ് ടൈറ്റ് ചെയ്തിടണേ. മറ്റേ ക്ലിപ്പ് ഇടണേ, മറക്കല്ലേ. ക്ലിപ്പ് ഇടണം ഹെൽമെറ്റിൻ്റെ, മറക്കരുത്. ആരാണ് ഗൈസ്? നമ്മുടെ മുത്ത് ഫുൾ സേഫായിട്ട് ഇടുന്നത് കൊണ്ടുവന്നിട്ടോ. ഓക്കെ ബ്രോ, ബൈ. നാട്ടിലേക്ക് ഞാൻ വയനാട് വൈത്തിരി. ഓക്കെ ബ്രോ, കാണാം. നെക്സ്റ്റ് ടൈം ഇറങ്ങാം. ഗിറ്റാർ കൊടുത്തോ. അതിനെന്താ ചുരം മൊത്തം വേണി പാട്ട് ചോരോ. ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ബൈ ബൈ കൊടൈക്കനാൽ. സംഗീ ശരിക്കും യാത്രകൾ തരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര കേട്ടോ. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. വരുമ്പോൾ അത്രയും സന്തോഷമായിട്ടാണ് നമ്മൾ വരുന്നത്. തിരിച്ചു പോകുമ്പോൾ സങ്കടമൊന്നുമല്ല, പക്ഷെ എന്നാലും ഇനിയിപ്പോൾ 4 പേര് 4 വഴിക്ക് പിരിയണം. പഴയ ഫ്രണ്ട്ഷിപ്പ് വൈബ് കാര്യങ്ങളൊക്കെ മിസ്സാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീലിംഗാണ്. ലൈക്ക് തിരിച്ചു പോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം കേട്ടോ. നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ആ ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുന്ന. അതെപ്പോഴും അതെ. യാത്രകളുടെ അത്ര രസമുള്ളൊരു കാര്യം ലൈഫിൽ വേറെ ഒന്നുമില്ല. അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കൊടൈക്കനാലിനോട് യാത്ര പറഞ്ഞ് പോകുവാണ്. For the wonderful memories, we are going back to home. കുറേ 500 അടുത്ത വർഷം വരുമ്പോൾ കാറിന് വരാടാ തങ്കി അല്ലേ. പണ്ടൊക്കെ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിലും ഈ കൊടൈക്കനാലിൻ്റെ ഔട്ടർ വില്ലേജസുകളെ പറ്റി അറിയത്തും കൂടി ഉണ്ടായില്ല. പിന്നീട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും കണ്ടിട്ടാണ് നമ്മളിതിനെപ്പറ്റി അറിയുന്നത്. പക്ഷെ ശരിക്കും കൊടൈക്കനാലിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഇരിക്കുന്നത് ഈ വില്ലേജുകളാട്ടോ. കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ ക്ലാവര വരെ പോകുമ്പോൾ കാണുന്നൊരു 5 വില്ലേജ്, ആ ഒരു റോഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ റോഡിൽ വരുമ്പോൾ അത്ര വലിയ റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ചെറിയ ചെറിയ ടീ ഷോപ്സ് അങ്ങനെ കാണത്തുള്ളൂ. പക്ഷേ അവിടത്തേക്കൊരു വൈബ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പെരുമാറ്റം, സ്നേഹം അടിപൊളിയാണ് ഇവിടുത്തെ ലോക്കൽസ്. അതായത് എനിക്ക് തോന്നുന്നു ഇവരൊന്നും കൊടൈക്കനാൽ ടൗണിൽ പോലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകാമെന്നല്ലാണ്ട് ഇവർ പോകുന്നില്ല. ഇവർ കംപ്ലീറ്റ് വില്ലേജസിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് ഭയങ്കര രസമാണ്. കാരണം നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വന്നു പോകുന്ന സ്ഥലം
നമ്മളായിട്ട് നശിപ്പിക്കാണ്ടിരിക്കുക. നമ്മൾ വന്നു പോയതിൻ്റെ ഒരു തെളിവ് കൂടെ ബാക്കി വെക്കാണ്ടിരിക്കുക. ഇവരൊരു മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലടാ. നോർമലില്ലേ ഇതൊക്കെ നമ്മൾ അടുത്ത വർഷം വരുമ്പോൾ ഈ കോട്ടേജ് ഉണ്ടാവും. അടുത്ത ഇപ്പോൾ 2 ദിവസം കൊണ്ടാവും അല്ലേ? അല്ലല്ല, ഇവിടെ അല്ലെങ്കിൽ ഈ റിസോർട്ട് എന്ന് പറഞ്ഞ പരിപാടിക്ക് ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനാണ് ബെസ്റ്റ്. ഒന്ന് പൊളിക്കേണ്ടി വന്നാലോ മാറ്റി പണിയേണ്ടി വന്നാലൊക്കെ, അല്ലാണ്ട് നമ്മൾ അതിൽ പൈസ ഇറക്കിയിട്ട് വരില്ല. കാരണം ഈ പൈസ റിട്ടേൺ വരണ്ടേ, ഇറക്കിയ പൈസ. തിരക്ക് നല്ല കുറവാട്ടോ കൊടൈക്കനാൽ. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതായത് ഈ സമയത്ത് വരാനായിട്ട്. കാരണം ഇവിടെ മഴയൊന്നുമില്ല, സേഫാണ്. ഇപ്പോൾ ഊട്ടിയിലാണെങ്കിൽ മഴയുണ്ട്, പക്ഷേ കൊടൈക്കനാൽ മഴയില്ല. പിന്നൊരു നല്ല നമുക്ക് ഫാമിലിയായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീട്ടിൽ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ മനവന്നൂർ എക്കോ ടൂറിസം സൈറ്റ്. ഇവിടെയാണ് ലേക്കൊക്കെ വരുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. അവിടെ ഇന്ന് സൺഡേ അല്ലേ? അതാ തിരക്ക്. വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ ഈ റഷൊക്കെ. ഇപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ഓഫ് സീസൺ മൂഡാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ റൂംസൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടും, നല്ല റൂംസ്. പിന്നെ ചുരമൊന്നും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് കൊടൈക്കനാൽ സെൻറ്ററൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങി ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ചൊക്കെ പയ്യെ പോകാമെന്നൊക്കെ വിചാരിച്ചാൽ. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി എന്ന് പറഞ്ഞാൽ പോരാ, ഉച്ചയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെച്ച് പിടിച്ച് പോവാട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാടെത്താൻ വീട് പിടിക്കാൻ നല്ല ലേറ്റാവും. അവിടെ നമ്മളിനിപ്പോൾ എവിടെ ഇറങ്ങത്തില്ല. ഇടയ്ക്കൊരു ചായ കുടിക്കാൻ മാത്രമേ നിർത്താനുള്ള പ്ലാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് കൊടൈക്കനാൽ എത്താനായിട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അപ്പോഴാണ് 2-3 വണ്ടി കാണാൻ തുടങ്ങിയത്. ഇതൊക്കെ ഗുണാക്കേവൊക്കെ പോകുന്ന വണ്ടിയാട്ടോ. ഗുണാക്കേവ് മനവന്നൂരിലേക്കൊക്കെ പോകുന്ന വണ്ടികളാണ്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ എത്താനായിട്ടോ. നമുക്ക് ചായ കുടിക്കാൻ നിർത്തുക. ഇവിടുന്ന് കവിഞ്ഞ് കാണിച്ചുക. അതൊക്കെ താഴെ കാണുന്ന പൂമ്പാറ വില്ലേജ് കേട്ടോ. ഇറങ്ങിട്ടോ. നമ്മൾ ടൗണൊക്കെ കഴിഞ്ഞു. കാരണം മഴക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റ് രാവിലെ ഇറങ്ങണം എന്ന് വെച്ചാൽ. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതിന് സൺഡേ ആണ്, അത്യാവശ്യം റഷും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കൊടൈക്കനാൽ കയറുമ്പോൾ സിൽവർ കാസ്കേഡ് പാർക്ക് വാട്ടർഫോളൊക്കെ കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിന് 50. അത് ഇവിടെ അതേ പാർക്കിംഗ് ഉള്ളൂ, വേറെ പാർക്കിംഗ് ഇല്ല. ഓൾമോസ്റ്റ് ഫുള്ളാണ് ഇവിടെയൊക്കെ. ഞങ്ങൾക്ക് 57 കിലോമീറ്റർ ഉണ്ട് ചുരം. നമ്മൾ കൊടൈക്കനാൽ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ലൊരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് കാണാൻ. നല്ല ക്ലിയർ സ്കൈ ആയിട്ടൊന്ന് നല്ല വെതറാണ്. അത് ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടോ. 4 മണി ഞങ്ങൾ ഇതുവരെ ചുരം ഇറങ്ങിയിട്ടില്ല. കാരണം നല്ല തിരക്കായിരുന്നു. നമ്മൾ നല്ലോണം ഉറങ്ങിയിട്ട് ഇറങ്ങിയ. പിന്നെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ ടൗണിലുണ്ടായിരുന്ന അത്ര തിരക്ക് ഇവിടെ ചുരത്തിലില്ല കേട്ടോ. അത് വലിയൊരു കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുരത്തിൽ തിരക്കാണ്, നമുക്ക് പോകാനേ പറ്റില്ല. കാരണം ഒന്നാമത് നല്ല ഡേഞ്ചറുള്ള ഹെയർപിന്നാണ്. നല്ല ഡേഞ്ചറാണ് അവിടുത്തെ ചുരം. താഴേക്ക് നല്ല ക്ലൈമറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് മഴ കിട്ടൂല എന്ന് പ്രതീക്ഷിക്കാം. ചുരം ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. അത് ഇടുന്ന സ്ഥലം. എനിക്ക് ഫുള്ള് കടകളും ഉണ്ടോ. നല്ല രസമുള്ള സ്ഥലം. ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സൊന്നുമില്ല. ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. പോവല്ലേ? ഞങ്ങൾ കുറച്ച്
കുറച്ച് ഫ്രണ്ടിൽ പോന്നു കേട്ടോ. ഇല്ലേ എഡ്ജ് നമ്മൾ നിൽക്കുന്ന നടത്താക്കി ഇപ്പോൾ ഞങ്ങൾക്ക് പയ്യെ ഇറങ്ങും. അവർ നല്ല ബാക്കിലാണ്. ആണോ? അത് താഴെ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കൊടൈക്കനാൽ ചുരം ഇറങ്ങി കഴിയാനായിട്ടോ. ഞങ്ങൾ നല്ല ലേറ്റായി. ഇനി എപ്പോൾ വീട്ടിലെത്തുന്ന ഒരു ഐഡിയ ഇല്ല. നല്ല ലേറ്റായി. ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി, മഴ കിട്ടി. ഇതുണ്ടോ നമ്മൾ രസമുള്ള വ്യൂ. ഇതുണ്ടോ? അങ്ങനെ ഞങ്ങൾ ചുരം കഴിഞ്ഞു കേട്ടോ. കൈയൊക്കെ വേദനയാണ് കഴിയാണ്ട്. കാരണം ഓൾമോസ്റ്റ് എനിക്ക് 54-57 കിലോമീറ്റർ ഉണ്ട് ചുരം. അമ്മ നിർത്തിണ്ടോ? പമ്പിലുണ്ടോ? ഇല്ല. അങ്ങനെ ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് റോഡ് കിട്ടിയിട്ടോ. എന്തൊരു സുഖമാണെന്ന് പറയും വണ്ടി ഓടിക്കാൻ തന്നെ. ചുരം ഇറങ്ങി മടുത്തു. കാരണം 57 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ ചുരം. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി ഹൈവേയിൽ കയറിയിട്ടോ. പുതിയ റോഡ് അടിപൊളിയാണ്, കിടിലുമാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് ടൈമായി. ലേറ്റായി. നമുക്ക് മാക്സിമം ഇരുട്ടുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ഇരുട്ടാകുമ്പോൾ തന്നെ പാലക്കാടെങ്കിലും പിടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഓവർ സ്ഥലങ്ങളിലൊന്നും നിർത്തുന്നില്ല കേട്ടോ. മാക്സിമം വെച്ച് പിടിക്കുക. പിന്നെ നല്ല റോഡായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. ശരിക്കും ഇതുപോലെ നല്ല റോഡാണെങ്കിൽ തന്നെ നമ്മുടെ യാത്ര അടിപൊളിയാട്ടോ. നമുക്ക് ഈ റോഡ് മോശമായി തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. ഇത് നല്ല ഹാപ്പി മൂഡായിട്ട് ഇങ്ങനെ പോകും. നല്ല അടിപൊളി റോഡാട്ടോ. ഇവരുടെ പുതിയ ബൈപ്പാസും ഇവരുടെ സർവീസ് റോഡ് വരെ കിടിലുമാണ്. എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു പോക്കൊരു വിഷമമാണ്. വീട്ടിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ തിരിച്ചു പോക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം പാലക്കാട് എത്തുമ്പോൾ കെനോണും എൽബിനും എറണാകുളത്തേക്ക് പോകും. സംഖ്യ അവിടെ നിന്ന് ബസ് കയറും. പിന്നെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വേണം പോകാൻ. അതൊരു വിഷമമുള്ള കാര്യമാണ്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പിരിയാട്ടോ. സംഖ്യ പോയി ഞങ്ങൾ പിരിയാണ്. ഞാൻ നേരെ വീട്ടിലേക്ക് പോകണം. ഇവർ നേരെ കൊച്ചിയിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ അല്ലേ? പോവല്ലേ? അപ്പോൾ ബാബായ് മുത്തേ. ഓക്കെ, ബൈ ബൈ. സേഫ് ജേർണി. ഓക്കെ. നോക്കി പോണേ.